ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ ടി ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് റെയിൽവേ ഗേറ്റ് സിസ്റ്റമാണ്. അപ്പം ഇതിന് നമുക്ക് ആർഡിനോയും പ്രോഗ്രാമിംഗ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് l293d എന്ന ഒരു മോട്ടോർ ഡ്രൈവർ വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രത്തിലേക്കും കുറച്ച് കാര്യങ്ങളിലേക്കും പോവാം. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർഫിഗർ ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്കും ഡയഗ്രത്തിലേക്കും പോകാം. നമുക്ക് ആദ്യം ഇതിനകത്ത് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഈ l293d എന്ന മോട്ടോർ ഡ്രൈവർ. ഇതാണ് നമ്മളിപ്പോൾ ആർഡിനോയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആമസോണിൽ ഒരു 240 രൂപ അടുത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് IR സെൻസർ ആണ്. നമുക്ക് 2 IR സെൻസർ വേണം. ട്രെയിൻ വരുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഒരെണ്ണവും ട്രെയിൻ പോകുമ്പോൾ ഒരെണ്ണവും. അപ്പോൾ ഈ 2 IR സെൻസറും കൂടെ ഏകദേശം 150 രൂപ അടുത്തേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ മോട്ടറാണ്. നമുക്ക് 2 ഗിയർ മോട്ടർ വേണം. നമ്മൾ 2 ഗേറ്റുള്ള ആണ് ചെയ്യുന്നത്. അപ്പം 2 ഗിയർ മോട്ടർ വേണം. പിന്നെ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ചെയ്യുന്ന ഈ l293d എന്ന് വെച്ചാൽ മോട്ടോർ ഡ്രൈവർ ചെയ്യുമ്പം ഒരു ഗുണമുണ്ട്. കാരണം നമുക്ക് ഈ പ്രോഗ്രാമിങ്ങോ മൈക്രോ കൺട്രോളോ ഒന്നും വേണ്ട. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര നേരം IR സെൻസർ എന്ന് പറയുന്ന സിഗ്നൽ വന്നോ അത്ര നേരം മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മെയിൻ പ്രശ്നം ഇതിനുണ്ട്. അപ്പം നമ്മൾ മൈക്രോ കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര സമയത്തേക്ക് ഡിലേ ചെയ്യാം, ഇത്ര സമയത്തേക്ക് മാത്രം കറങ്ങിയാൽ മതി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. ഇതിനങ്ങനെ പറ്റത്തില്ല. സിഗ്നൽ വരുന്നവരും കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത് വെച്ചല്ല, ഞാൻ ആർഡിനോ എല്ലാം വെച്ച് പ്രോഗ്രാം ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പം പ്രോഗ്രാമിങ്ങും ഒന്നും വർക്ക് ചെയ്തില്ല. ഞാൻ ചെയ്ത പ്രശ്നമായിരിക്കും. പിന്നെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ വയറെല്ലാം കണക്ട് ചെയ്ത് വന്നപ്പോൾ ഇത് റെഡിയായി. ഇങ്ങനെ ആർഡിനൊന്നും ഇല്ലാതെ റെഡിയായി. ഇപ്പം ഞാൻ കണ്ട് ചെയ്യാൻ നോക്കിയ വീഡിയോ കാണണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ എൻ്റെ മെയിൻ ക്രെഡിറ്റ് പ്രോഗ്രാമിംഗ് ഒന്നും വേണ്ട, എല്ലാവർക്കും ചെയ്യാം. പിന്നെ ഉള്ളത് IR സെൻസർ. IR സെൻസറിനുള്ള മെയിൻ പ്രശ്നം ഔട്ട്ഡോറിൽ വെച്ച് വർക്ക് ചെയ്തില്ല. നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന IR റൈസ് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്ത് എപ്പോഴും സെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇൻഡോറിൽ വെച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ സ്കൂളിൽ പ്രൊജക്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിന് ഞാൻ നിങ്ങൾക്ക് കണക്ഷനും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ അതിനെ വെച്ചിരിക്കുകയാണ്, കുറേ നാളായി, പൊടിയെല്ലാം പിടിച്ച് കാണും. നമുക്ക് അതെല്ലാം എടുത്ത് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഡയഗ്രാം, ഇതിൻ്റെ സർക്യൂട്ടൊന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പ്ലാസ്റ്റിക്കെല്ലാം മുകളിൽ മൂടിയിട്ടിരിക്കുകയാണ്. എന്നാലും പൊടിയെല്ലാം ആയി കാണും മുഴുവൻ. അപ്പം ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഞാൻ തൂത്തും ഒരുവിധം പൊടിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഗേറ്റ് എല്ലാം. അപ്പോൾ നമ്മൾ ഗേറ്റ് ഈ ഗിയർ മോട്ടർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഗേറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് PVC പൈപ്പാണ്. നമ്മൾ ഈ വയറിങ്ങിനെല്ലാം എടുക്കുന്ന PVC പൈപ്പ്. അതിൻ്റെ ചെറുത് വീട്ടിൽ പഴയതിരുന്നത് ഞാൻ വെച്ച് മുറിച്ചെടുത്തതാണ്. അത് മഞ്ഞ പെയിൻറ്റും കറുപ്പ് ഇൻസുലേഷൻ ടേപ്പുമാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ താഴത്ത് ഗ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡ്ബോർഡാണ്. ഈ മിഠായിയുടെ എല്ലാം വരുന്ന കാർഡ്ബോർഡ് ഞാൻ ആ ഷേപ്പിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ അപ്പുറ സൈഡിലും 2 ഗേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ 2ൻ്റെ വയർ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 2ൻ്റെ വയർ ഞാൻ എല്ലാ വയറും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തിൻ്റെ എല്ലാം വയറാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വയർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയ ബോക്സെല്ലാം പോലെ ഉണ്ടാക്കി ഒരു കൺട്രോൾ റൂം പോലെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയി, ഒരുവിധം പൊളിഞ്ഞു പോയി. എന്നാലും എല്ലാ വയറെല്ലാം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ എല്ലാ വയർ ഏതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് PVC പൈപ്പും കാർഡ്ബോർഡും വെച്ചാണ്. ഇത് പൊക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തെർമോക്കോൾ തന്നെയാണ്. തെർമോക്കോളിൻ്റെ പുറത്ത് പേപ്പർ ഒട്ടിച്ചാണ്. റോഡും ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ചാണ്. ഈ സീക്വൻസ് എല്ലാം ഒട്ടിച്ചിട്ട് സ്റ്റൈലാക്കാൻ നോക്കിയതാണ്. പിന്നെ ഇത് മോട്ടർ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. അല്ലെങ്കിൽ മോട്ടർ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ താഴെ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കും. അങ്ങനെ അടിച്ച് കറക്റ്റ് ഈ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു തെർമോക്കോൾ കഷ്ണം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഈ ഗേറ്റിൻ്റെ സംഭവം.
അപ്പോൾ ഒരു മോഡലാണിത്. റെയിൽ പാളം അതിൻ്റെ നടുക്ക് ഇവിടെ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കി സെൻസറും കൊടുക്കുന്നതെല്ലാം നമുക്കായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ സെൻസർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻസറിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിന് 3 പിന്നാണുള്ളത്. ഒന്ന് 5 വോൾട്ട്, ഒന്ന് ഔട്ട്പുട്ട്, പിന്നത് ഗ്രൗണ്ട്. ഇതിന് കണ്ട് മൂന്നിലും കണ്ടിന് വേണ്ടി 3 നമ്മൾ ഫീമെയിൽ പിന്ന് വേണം, ഫീമെയിൽ ജമ്പർ വയർ വേണം. അപ്പോൾ ഞാൻ ജമ്പർ വയർ പകുതി വെച്ച് കട്ട് ചെയ്ത് അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് സ്പീക്കർ വയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് വെക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ട്രെയിൻ ഏകദേശം ഇവിടം വരെ വരുമ്പം ഇത് അടയുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെക്കുവാണെങ്കിൽ ഹൈറ്റ് ഇല്ല ഇതിന്. അപ്പം നമ്മളൊരു തെർമോക്കോൾ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ വെച്ച് ഉറപ്പിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര ഹൈറ്റ്, ഇപ്പം ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ ഒരു ഏകദേശം ഒരു ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേസ് ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇത് റിസീവ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉറപ്പിക്കുന്ന പരിപാടിയിലേക്കെല്ലാം പോകാം. ഇപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ആദ്യം ഈ സാധനം ഒട്ടിച്ച് വെക്കാം. നമ്മൾ ഇതിന് 3 വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരെണ്ണം നമ്മൾ സിഗ്നലിൻ്റെ വയറായിട്ടാണ് എടുക്കുന്നത്. ബാക്കി രണ്ടും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കും, ഗ്രൗണ്ടും 5 വോൾട്ടും കൊടുക്കാനുള്ളതാണ് ഇത് രണ്ടും. ഇത് സിഗ്നലിൻ്റെ വയർ. എന്താ സിഗ്നലിൻ്റെ വയർ നടുക്കാണ്, എന്തിനകത്ത് കിടക്കുന്ന നടുക്കാണ്, ഔട്ട്പുട്ട് കിടക്കുന്ന നടുക്കാണ്. അപ്പം ഗ്രൗണ്ട് സൈഡിലും 5 വോൾട്ട് ഇവിടെയും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്തിനകത്ത് ഗ്രൗണ്ട് ഔട്ട്പുട്ട് നടുക്കാണ്. അപ്പം ഔട്ട്പുട്ടിൻ്റെ വയർ കൊടുത്തിരിക്കുന്നത് ഇതാണ് ചുമല. അപ്പം ചുമല ഞാൻ ഔട്ട്പുട്ടിൻ്റെ തന്നെ കൊടുക്കുകയാണ്. അവിടെ ഗ്രൗണ്ട് കറുപ്പ് വയർ കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് ഇതായിരുന്നു. ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ഈ കളറാണ്. ഞാനത് ഇവിടെ കൊടുക്കുന്നു. പിന്നെ 5 വോൾട്ട് ഇത്ര. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാം അവിടെയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലെ ഇതും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പുറ സൈഡ് ഞാൻ വന്നിരുന്നു, കഷ്ടിച്ചിരുന്നു വന്ന്. അപ്പം ഇതെല്ലാം വിട്ടു പോയായിരുന്നു നേരത്തെ. അപ്പം നമുക്ക് ഇവിടെ ഉറപ്പിക്കാം. ശകലം ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ ഉറപ്പിച്ചു വെച്ചു. അപ്പം പിന്നെ ഇതിൻ്റെ വയർ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചയാണ് ഞാൻ ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഔട്ട്പുട്ട് ഇതിൻ്റെയും നടുക്ക് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ടിലും ബാക്കി പോസിറ്റീവും നെഗറ്റീവും അതിൻ്റെ സ്ഥലത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെൻസറിൻ്റെ അവിടുത്തുള്ള പരിപാടി. അപ്പോൾ നമ്മൾ 2 IR സെൻസറിൽ നിന്നും ഉള്ള വയേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ 2 IR സെൻസറിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് വയർ ഒരുമിച്ച് ആക്കിയിരിക്കുകയാണ്. അപ്പം 2 IR സെൻസറിൽ നിന്ന് വന്നിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവും ഒരുമിച്ച് ഒറ്റ കണക്ഷൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഒറ്റ പവർ കൊടുക്കാനുള്ളത്. പിന്നെ ഇത് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് ഔട്ട്പുട്ട്. ഇപ്പം ഇതാണ് നമ്മൾ ട്രെയിൻ പുറത്തോട്ട് പോകുമ്പോഴുള്ള IR സെൻസർ. ഇത് ട്രെയിൻ വരുമ്പോഴുള്ള IR സെൻസർ. അപ്പോൾ ഇതിൻ്റെയാണ് ഈ ചുമല വയർ, മറ്റേ കറുപ്പ് വയറും. പുറത്തോട്ട് പോകുന്നതിൻ്റെയും ഇതിൻ്റെയും 2 വയറാക്കി. ഇത് 2 മോട്ടറും കൊടുക്കാനുള്ളതാണ് 2 വയർ. നമ്മൾ രണ്ടും സ്പ്ലിറ്റ് ആക്കി എടുക്കണം. നമ്മൾ അതുപോലെ തന്നെ മോട്ടറിൻ്റെ വരുന്ന വയർ നമ്മൾ ഇതിൻ്റെ അകത്തോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എങ്ങനെയാണ് ഈ മോട്ടോർ ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഈ മോട്ടോർ ഡ്രൈവർ എങ്ങനെയാണ് പവറപ്പ് ചെയ്യുന്ന നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് 5 വോൾട്ട് ഗ്രൗണ്ട് ഇങ്ങനൊരു പിന്നും അതുകൂടാതെ തന്നെ ഒരു ഫീമെയിൽ പിന്നും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പെയറിനകത്തോട്ട് ഒരു ജമ്പിൾ വരാണ്ട് കണക്ട് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു മെയിൽ പിന്നും കണക്ട് ആക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിന് പവർ കൊടുക്കുന്നത്. നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചാക്കി ഒരു പവർ അഡാപ്റ്ററിലാണ് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ട് ആക്കുന്നതെന്ന്. അതേസമയം ഓൺലൈനിലെല്ലാം വാങ്ങുന്നതിനകത്ത് ഇങ്ങനെ 4 പിന്ന് കാണത്തില്ല, എല്ലാം കൂടെ 3 പിന്നേ കാണത്തുള്ളൂ. ഒന്ന് 12 വോൾട്ട്, ഒന്ന് 5 വോൾട്ട്, ഒന്ന് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ 12 വോൾട്ട് 5 വോൾട്ടും കൂടെ ഒരുമിച്ച് കണക്ടാക്കി ഗ്രൗണ്ട് കോമൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഒരുമിച്ച് ഉണ്ടാക്കി അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ പടം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഇതിനകത്ത് ഉള്ള ABCD എന്നീ പിന്നുകളാണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. IR സെൻസറിൽ നിന്ന് വരുന്ന നമ്മൾ 2 വയർ സ്പ്ലിറ്റാക്കി 4 വയറാക്കി അത് 4 വരുന്നതും ചെയ്താണ്. ഇപ്പോൾ Aയിലോട്ട് ട്രെയിൻ വരുമ്പം ഉള്ള സെൻസറിൽ നിന്ന് പറഞ്ഞാൽ കൊടുക്കണം, Bയിലോട്ട് ട്രെയിൻ പോകുമ്പോൾ. അതുപോലെ തന്നെ ഈ Cയും Dയിലും അതുപോലെ തന്നെ കൊടുക്കണം. Cയിൽ ട്രെയിൻ വരുമ്പോൾ ഉള്ള സെൻസറിൽ നിന്നും Dയിൽ നിന്ന് ട്രെയിൻ പോകുമ്പോൾ ഉള്ള സെൻസറിൽ നിന്നും. അപ്പോൾ ഇത് രണ്ടും 2 മോട്ടറിനോട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കുന്നത് ഇങ്ങനെ 4 എണ്ണം ഉള്ളതാണ്. പക്ഷേ ഓൺലൈനിലെല്ലാം വാങ്ങുമ്പോൾ 6 എണ്ണം ഉള്ള പിന്നാണ് വരുന്നത്. ഇൻപുട്ട് 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ഇപ്പം ഞാൻ ABCD തന്നെ 5 അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഇത് ആ ഓൺലൈനിൽ വാങ്ങുന്നതിനകത്ത് ABCD എവിടെയെല്ലാം ആണ് 6 പിന്നിൽ ഏതെല്ലാമാണ് ABCD എന്ന് ഞാൻ അടയാളപ്പെടുത്തി ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തന്നെയാണ്. നമുക്കിപ്പം പവർ പിൻ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു 5 വോൾട്ടും ഗ്രൗണ്ടും അത് രണ്ടിലും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന സ്വർണ്ണം ഗ്രൗണ്ടിലും മറ്റേത് 5 വോൾട്ടിലും കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ടിലും ഗ്രൗണ്ടിലും 2 വയർ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ പിന്നെ ഈ പിന്നിൽ ഞാൻ ഒരു മെയിൽ പിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയറിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പിരിച്ചു വെക്കുകയാണ്. അപ്പോൾ നേരത്തെ അടുത്ത 2 വയർ പോസിറ്റീവും കൂടെ ഒന്ന് കണക്ട് ആക്കുകയും അങ്ങനെ മറ്റേ നെഗറ്റീവും കൂടെ ഒരുമിച്ച് കണക്ട് ആക്കുകയും ചെയ്തു. അപ്പം ഇതേപോലെ നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത IR സെൻസറിൽ നിന്ന് വരുന്ന വയർ അതും കൂടെ നമുക്ക് ഒരുമിച്ചാക്കണം. അപ്പം ഞാൻ ആ വയറും കൂടെ ഒരുമിച്ച് പിരിച്ചു വെക്കുകയാണ്. അപ്പോൾ ഞാൻ സോൾഡറൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ലെഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒറ്റ കണക്ഷനാക്കി, പവർ കൊടുക്കുന്നതെല്ലാം ഒറ്റ കണക്ഷനാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു പവർ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഒരു പഴയ മൊബൈലിനൊരു പവർ അഡാപ്റ്ററാണ്. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണക്റ്റാക്കി പവർ അപ്പ് ചെയ്യാൻ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒറ്റ USB പിന്നിലാക്കി പവർ ബാങ്കിലേക്ക് കൊടുക്കാം. ഞാനിപ്പം ഇതിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് ഒരുമിച്ച് കൊടുത്തു, അതുപോലെ തന്നെ പോസിറ്റീവ് ഒരുമിച്ച് കൊടുത്തു. അപ്പം ഞാൻ പവർ അപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു പവർ അഡാപ്റ്ററിൽ നിന്നാണ് ഞാൻ ഇവിടെ എല്ലാം കൂടെ പവർ അപ്പ് ചെയ്യുന്നത്. ഇത് നോക്കി അറിയാം, എല്ലാത്തിൻ്റെ വയറും കൂടെ ഒരുമിച്ചാക്കി വെച്ചിരിക്കുകയാണ്. ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന ABCഡിലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് സെൻസറിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സിഗ്നൽ ഈ സെൻസറിൽ കൂടെ വരുന്നത്. അത് നമ്മൾ ഈ വയറിൽ കൂടെ വരുന്നത്. ഇപ്പോൾ ഈ വയർ നമ്മൾ 2 സ്പ്ലിറ്റ് ആക്കി. ഇപ്പോൾ 2 ഫീമെയിൽ പോർട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു ഫീമെയിൽ പോർട്ട് Aയിൽ കൊടുക്കണം, മറ്റേത് Cയിലും. നമ്മൾ ആദ്യം Aയിൽ കൊടുത്ത്. അപ്പോൾ ഇത് രണ്ടാമത്തെ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വയർ. അപ്പോൾ അത് നമ്മൾ 2 സ്പ്ലിറ്റ് ആക്കിയായിരുന്നു. ഒരെണ്ണം നമ്മളത് Bയിൽ കൊടുക്കണം, മറ്റേത് Dയിലും. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം B കൊടുത്തു, പിന്നെ മറ്റേ ഒരെണ്ണം C. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻസറിൽ നിന്ന് വരുന്ന വയറൊരെണ്ണം Cയിലും കൊടുത്തു, അതിൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ Dയിലും കൊടുത്തു. നിങ്ങൾക്ക് ഓർഡർ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. പിന്നെ ഓർഡർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെൻസർ, അത് ഫസ്റ്റ് സെൻസറിൽ നിന്ന് വരാണ് ഈ ചുമല 2 വയർ. പിന്നെ ഈ 2 കറുപ്പുള്ളത് സെക്കൻഡ് സെൻസറിൽ നിന്ന്. ഇപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ് ഈ രണ്ടെണ്ണം. അപ്പം ഓർഡർ നോക്കുവാണെങ്കിൽ കാണിച്ചു തരാം. A കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെൻസറിൽ നിന്ന് വരുന്ന വയർ. ഫസ്റ്റ് സെൻസർ ട്രെയിൻ വരുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ് Aയിലോട്ട് കൊടുത്തിരിക്കുന്ന ഒരെണ്ണം. Bയിൽ ട്രെയിൻ പോകുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരെണ്ണം. അതുപോലെ തന്നെ Cയിൽ ട്രെയിൻ വരുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും Dയിൽ ട്രെയിൻ പോകുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. മോട്ടറിൻ്റെ പരിപാടി നോക്കാം. അപ്പം മോട്ടറിൻ്റെ 2 വയറും 2 മോട്ടറിൻ്റെയും ഓരോ സ്ഥലത്ത് നമ്മൾ ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് ലൂസാക്കി 2 മോട്ടറിൻ്റെ വയർ എൻ്റെ അകത്തോട് കയറ്റി ടൈറ്റാക്കി വെച്ചാൽ മതി. മോട്ടറിന് വേറെ പരിപാടിയൊന്നുമില്ല ഇതിലേക്ക്.
അതുപോലെ തന്നെ മറ്റേ മോട്ടറിൻ്റെ വയറാണിത്. മോട്ടറിൻ്റെ വയർ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയാലും വലിയ പ്രശ്നം വരുന്നില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ റെഡിയാകുന്ന പ്രശ്നമേ ഉള്ളൂ. അതുപോലെ തന്നെ സെൻസറിൻ്റെ വയർ തിരിഞ്ഞു പോയാലും ഒന്ന് ഊരി കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നം തീരും. ഇപ്പോൾ നമ്മുടെ കണക്ഷനിൽ ഒരുവിധം കഴിഞ്ഞ് നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഓൺ ആയപ്പോൾ ഞങ്ങൾക്കൊരു പണിയില്ല, അത് നിങ്ങൾ കണ്ടു എന്ത് സംഭവം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വയർ ഇച്ചിരി എല്ലാം കൂടെ ഇങ്ങോട്ട് മാറിപ്പോയി. വരുമ്പം തുറക്കും, പോകുമ്പം മറ്റേതായിരിക്കും. നല്ല രസമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമില്ല കാണാൻ. അതുപോലെ ചെറിയ ചെറിയൊരു പണിയാണ് കിട്ടിയത്. നമുക്ക് അത് സോൾവ് ചെയ്യാൻ വേണമെന്നില്ല, വയറങ്ങോട്ട് കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി, ഉള്ള പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഗേറ്റിൻ്റെ മോട്ടർ സെക്കൻഡ് മോട്ടറിൻ്റെ ഗേറ്റിൻ്റെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി, അങ്ങനെ സംഭവിച്ചത്. അപ്പം രണ്ടാമത്തെ മോട്ടറിൻ്റെ വയർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തോളം തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഒന്ന് നോക്കാം വർക്ക് ചെയ്യണം. ഇവിടെ വന്നോണെങ്കിൽ അപ്പം ട്രെയിൻ അടഞ്ഞിരിക്കുകയാണ് അത് പാളം. ട്രെയിൻ വന്നപ്പോൾ അത് അടഞ്ഞു, ട്രെയിൻ പോയപ്പോൾ അത് തുറന്നു. ഇപ്പോൾ അത് മോട്ടറിൻ്റെ ആ വയറെന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നു, അതുകൊണ്ടാണത് തുറക്കാൻ വെച്ച് താമസം. പശ ഒട്ടിച്ച് വിട്ടുപോയിട്ടുണ്ടത്. അടയുമ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ട്, പക്ഷെ തുറക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിലേ വരുന്നത് മോട്ടറിൻ്റെ ഇതൊന്ന് വിട്ടു പോയിട്ടുണ്ട്, അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സംഭവം ആക്കിയിട്ടുണ്ട്, കണക്ഷൻ ഓക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ പ്രോജക്റ്റിൽ എനിക്ക് വീഡിയോയും മറ്റു കാര്യങ്ങളും എടുത്തുന്ന എൻ്റെ അനിയൻ പ്രഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.